ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് അൽക്കൂസ് ഫസ്റ്റിലുള്ള അറേബ്യൻ സ്വീറ്റ്സിലാണ്. അവിടെ പാർക്കിംഗ് ഫ്രീ അല്ലായിരുന്നു. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോയി. ഇവിടെ നിന്നാണ് നമ്മൾ ശിവക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചത്. ഇവിടെ മെയിനായിട്ടുള്ളത് ചോക്ലേറ്റും ബിസ്ക്കറ്റും ആണ്. അങ്ങനെ നമ്മൾ അന്ന് ഐസ്ക്രീം സെക്ഷനൊന്നും നമ്മൾ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ മാംഗോ ഐസ്ക്രീം കുടിക്കാമെന്ന് കരുതി നമ്മൾ വന്നതാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ഇവിടെ മാംഗോ ഐസ്ക്രീം ഉണ്ടെന്ന്. അങ്ങനെ നേരെ ഐസ്ക്രീം സെക്ഷനിലോട്ട് പോയപ്പോഴത്തേക്ക് ഐസ്ക്രീം നമ്മൾ ഉദ്ദേശിച്ച മാംഗോ ഐസ്ക്രീം അതിലൊന്നും കണ്ടു കിട്ടിയില്ല ഗെയ്സ്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കിട്ടിപ്പോയി. 4ഓ 5ഓ ഐസ്ക്രീം കിടപ്പുണ്ടായിരുന്നു. രക്ഷപ്പെട്ടു. അപ്പോൾ ശിവക്കുട്ടനൊന്നും ഐസ്ക്രീം വേണ്ട, ചോക്ലേറ്റ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് സെക്ഷനിലോട്ട് പോയപ്പോഴത്തേക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാം ക്രിസ്മസ് തീമിൽ വരുന്ന പാക്കിങ്ങും കാര്യങ്ങളും ആണ് കണ്ടത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കിൻഡർ ജോയുടെ പാക്കിങ്ങൊക്കെ കണ്ടു. സാന്താക്ലോസിൻ്റെ പടം വെച്ചിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ കിൻഡറിൻ്റെ പലയിനം ചോക്ലേറ്റിലെല്ലാം ക്രിസ്മസിൻ്റെ തീമിൽ വരുന്ന പാക്കിങ് കാര്യങ്ങളായിരുന്നു. ഇത് സോക്സിലും ചോക്ലേറ്റും ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ചോക്ലേറ്റായിരുന്നു. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ റേറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ബോട്ടിലിൽ ഇങ്ങനെ മിക്സഡ് ചോക്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കിൻഡറിൻ്റെ തന്നെ പല പാക്കിങ് വരുന്ന ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ശിവക്കുട്ടനും ഭദ്രയും ഒരു ചെറിയ ചോക്ലേറ്റൊക്കെ സെലക്ട് ചെയ്തു. നമുക്ക് പോകാമെന്ന് കരുതി വന്ന്. ശിവക്കുട്ടനും ഭദ്ര ഈ ക്രിസ്മസിൻ്റെയൊക്കെ ആണ്. ശിവക്കുട്ടൻ ഇങ്ങനെ ഓരോന്ന് തൊട്ട് നോക്കിയാണ്. അങ്ങനെ പോകാൻ നേരത്താണ് നമ്മൾ ഐസ്ക്രീം എടുക്കാമെന്ന് വിചാരിച്ചത്. കയ്യിൽ വെച്ച് അരിച്ച് കളയണ്ടെന്ന് കരുതി. അങ്ങനെ ഐസ്ക്രീം തിരിച്ചു വന്നപ്പോഴത്തേക്ക് 2 ഉള്ളൂ. അതിന് ഒരെണ്ണം നമ്മൾ എടുത്തു. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 8 ദിർഹമാണ്. അങ്ങനെ നമ്മൾ ഇത് കൊണ്ടുപോയി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിക്ക് പോവുകയാണ്. എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല, ഡേറ്റൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. ഈ 2 ചോക്ലേറ്റും ഈ ഒരു ഐസ്ക്രീം ആണ് നമ്മൾ വാങ്ങിച്ചത്. അവിടെ നിന്ന് പുറത്തിറങ്ങി ചേട്ടന് ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓപ്പണാക്കി. ഇത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ അതേ മാംഗോ ഇരിക്കും പോലെ തന്നെ ഇരിപ്പുണ്ട്. ആ കളറും അതെല്ലാം നമുക്ക് നല്ല അട്രാക്റ്റ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചോക്കോ ബാർ കഴിക്കുമ്പോഴത്തേക്ക് ആ ചോക്ലേറ്റിൻ്റെ കോട്ടിങ് നമ്മൾ കടിച്ച് തിന്നത്തില്ലേ, അതുപോലെ തന്നെ ഈ മാംഗോയുടെ ഇത് നമ്മൾ കടിച്ച് തിന്നണം. അകത്ത് നമ്മൾ മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം കുടിക്കത്തില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാണ് മാംഗോയുടെ ടേസ്റ്റ് എന്നിങ്ങനെ പറയാണ് ചിരിച്ചുകൊണ്ട്. ഇത് കടിച്ച് തിന്നണം. അകത്തെന്താ നമ്മൾ മാംഗോ ഐസ്ക്രീമിൻ്റെ ഫ്ലേവറില്ലേ, അത് തന്നെയാണ് സംഭവം. അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് ശിവക്കുട്ടൻ നോക്കട്ടെ വെച്ചാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എത്തി നോക്കി. ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് ശിവക്കുട്ടനും ഭദ്രയും ടേസ്റ്റ് ചെയ്ത് നോക്കി. അവർ കൂടുതലും ചോക്ലേറ്റ് തന്നെ തിന്നുന്നത്. ഐസ്ക്രീം കുടിച്ചത് ഞാനാണ്. അങ്ങനെ ഞാനും ഐസ്ക്രീം വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഫുൾ ഐസ്ക്രീം ഞാൻ തന്നെ കുടിച്ചു. അവർക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രം മതിയായിരുന്നു മക്കൾക്ക്. അവർക്ക് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.